സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തനം ഏലിയ സ്ലീവ മൂശാകാലം 1-ാം ഞായറാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സഭയുടെ സ്ലീഹന്മാരെ അയച്ചതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമായ കൈത്താകാലം പിന്നിട്ട് നാം ഇന്ന് ഏലിയ സ്ലീവ മൂശാകാലം 1-ാം ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ധ്യാനത്തിനായി സഭാമാതാവ് 4 വായനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന മോശയെയും ദൈവത്തെ ദർശിച്ചതിന് ശേഷം മുഖം തിളങ്ങുന്ന മോശയുമാണ് നാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുക. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം വായനയിൽ ദൈവത്തിൻ്റെ തേജസ് നിലകൊള്ളുന്ന ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് നാം വായിക്കുന്നു. 3-ാമത്തെ വായനയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ ദൈവികമായ ശരീരത്തിൻ്റെ തേജസ്സിനെയും അതിൻ്റെ ഭംഗിയെയും അതിൻ്റെ പ്രത്യേകതയെയും കുറിച്ച് വളരെ ഭംഗിയായി വർണ്ണിക്കുന്നു. 4-ാമത്തെ വായന, ഇന്നത്തെ സുവിശേഷ വായന, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ സഭാമാതാവ് ദൈവത്തിൻ്റെ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുക. ഈശോയുടെ രൂപാന്തരീകരണത്തെ ഈ ആരാധനാ ക്രമവത്സരത്തിൽ നാം 3 പ്രാവശ്യമാണ് പ്രത്യേകമായി ധ്യാനിക്കുക. ഓഗസ്റ്റ് 6-ാം തീയതി രൂപാന്തരീകരണ തിരുനാളായി ആഘോഷിക്കുന്നു. വലിയ നോമ്പിലെയും ഇന്നത്തെയും ഓരോ ഞായറാഴ്ചകളിൽ, ഏലിയ സ്ലീവ മൂശകാലത്തിലെയും ഓരോ ഞായറാഴ്ചകളിൽ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ പ്രത്യേകത? അതിലേക്ക് ആദ്യം നാം കടന്നു വരേണ്ടത് ഏലിയ സ്ലീവ മൂശാകാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. പഴയ നിയമത്തിലെ ഏലിയായെയും മോശയെയും പുതിയ നിയമത്തിലെ വിശുദ്ധ കുരിശിനെയും കുരിശിനിലൂടെ രക്ഷ പ്രാപിച്ചു തന്ന ക്രിസ്തുവിനെയും സംയോജിപ്പിക്കുന്ന കാലഘട്ടമാണ് ഏലിയ സ്ലീവ മൂശാകാലം. ഈ ഏലിയ സ്ലീവ മൂശാകാലത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി നാം ഓർക്കുക. വിശുദ്ധ കുരിശിൻ്റെ വിജയം, ഈശോയുടെ 2-ാമത്തെ ആഗമനം, അന്ത്യവിധി. ഈ 3 കാര്യങ്ങളെയും പ്രത്യേകമായി ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാലഘട്ടമാണ് ഏലിയ സ്ലീവ മൂശാകാലങ്ങൾ. ചെറുപ്പം തൊട്ടേ ഈ ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ യേശുവിൻ്റെ രൂപാന്തരണീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഈശോനാഥൻ നാം ഇങ്ങനെ വായിക്കുക, ഈശോനാഥൻ സ്ലീഹന്മാരെയും കൂട്ടി ഉയർന്ന മലയിലേക്ക് പോയി എന്നാണ്. എന്താണ് ഉയർന്ന മലയുടെ അല്ലെങ്കിൽ ആ ഉയർന്ന ഇടത്തിൻ്റെ പ്രത്യേകത? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാനായി പിൻവാങ്ങുന്നതും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും മലയിലെ പ്രസംഗം നടക്കുന്നതും രൂപാന്തരീകരണം നടക്കുന്നതും കാൽവരിയിൽ നടക്കുന്നതും എല്ലാം ഒരു മലമുകളിലാണ്. മോശ ദൈവത്തെ മുഖാമുഖം ദർശിച്ചത് മലമുകളിൽ വെച്ചാണ്. ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിൻ്റെ അടയാളമാണ് മലമുകൾ. ഇതുപോലെയുള്ള ഒരു മലമുകളിൽ വെച്ചുകൊണ്ടാണ് ഈശോനാഥൻ തൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഒന്നായ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ 16 അധ്യായങ്ങളുള്ള സുവിശേഷത്തിൽ ഏകദേശം മധ്യഭാഗത്ത് 9-ാം അധ്യായത്തിലായിട്ടാണ് ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് കുറിച്ചു വെച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക പോയിന്റ് എത്തിയതിനു ശേഷമുള്ള വേറെ ഒരു വളർച്ചയുടെ ഘട്ടമാണ് രൂപാന്തരീകരണം. 8-ാമത്തെ അധ്യായത്തിൽ ഈശോനാഥൻ തൻ്റെ പീഡാനുഭവത്തെയും കുറിച്ച് മരണത്തെക്കുറിച്ച് പറയുകയും 9-ാം അധ്യായത്തിൽ വീണ്ടും അത് പറയുന്നതിൻ്റെ ഇടയിലാണ് ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഇവിടെ ഈശോനാഥൻ തൻ്റെ പ്രിയപ്പെട്ട സ്ലീഹന്മാരെ വിളിച്ചു കൊണ്ടുപോവുകയും തൻ്റെ യഥാർത്ഥ അസ്തിത്വത്തെ അവിടെ കാണിച്ചു കൊടുക്കുകയുമാണ്. അതുവരെ അത്ഭുതങ്ങൾ മാത്രമായി നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി തൻ്റെ സർവ്വ പ്രതാപത്തെയും കാണിക്കുന്ന വലിയ അത്ഭുതമാണ് രൂപാന്തരീകരണത്തിലൂടെ കാണുവാനായി സാധിക്കുക. വിശുദ്ധ ലിഖിതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടി വിളങ്ങി എന്നാണ്. എന്താണ് സൂര്യനെ പോലെ വെട്ടി വിളങ്ങുക? നാം പണ്ടത്തെ കവിതകളിൽ കേട്ടിട്ടുണ്ട്, മന്നവേന്ദ്ര വിളങ്ങി ചന്ദ്രനെ പോൽ നിൻമുഖം. അത് രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചന്ദ്രനെ പോലെ വിളങ്ങുന്ന രാജാവിൻ്റെ മുഖത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇവിടെ പറയുക ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടി വിളങ്ങി എന്നാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? സൂര്യൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ അത് സ്വയം ഉള്ളിൽ നിന്നുള്ള തേജസ്സാണ്. ഒരാളുടെ മുഖം എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റിയാണ്. എനിക്ക് നല്ല ശാരീരിക ഘടനയുണ്ടായാലും
നല്ല രീതിയിൽ നൃത്തം കളിക്കുവാനുള്ള കഴിവുണ്ടായാലും എന്നെ ഞാനാക്കി മാറ്റുന്നത് എൻ്റെ മുഖമാണ്. ഈശോയുടെ മുഖം, അദ്ദേഹത്തിൻ്റെ ദൈവത്വം അവിടെ വെട്ടിത്തിളങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈശോ ദൈവമാണെന്ന് വിളിച്ചറിയിക്കുകയും അത് സർവ പ്രതാപത്തോടുകൂടി കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇതിനെക്കുറിച്ച്, യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല യുവാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈശോയ്ക്ക് മുന്നും മതങ്ങൾ ഉണ്ടായിരുന്നുവോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ക്രൈസ്തവ മതത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ പ്രാധാന്യം എന്നുള്ളത്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ നാട് സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. അന്ന് ഈ ഈശോയുടെ രൂപാന്തരീകരണം നടന്ന സ്ഥലത്ത് പോകുവാനായിട്ട് ഇടയായി. അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അഭിവന്യ പാമ്പ്ളാനി പിതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ സ്പർശനീയമാണ്. അദ്ദേഹം പറയുകയായിരുന്നു, യേശുവിൻ്റെ മരണശേഷം റോമാ സാമ്രാജ്യത്താൽ ആക്രമിക്കപ്പെടുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ ആ മലമുകളിലെ സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് കുഴിച്ചു പോയി ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിനേക്കാളും 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ദേവന്റെ അമ്പലമാണ് അവിടെ കണ്ടെത്തിയത്. ആ ദേവൻ പ്രകാശത്തിന്റെ ദേവനായിരുന്നു. ഈ പ്രകാശത്തിന്റെ ദേവന്റെ അമ്പലം സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്താണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം സന്ദർശിച്ചത്. അദ്ദേഹം പറയുകയായിരുന്നു, ഈ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം ഇറ്റ്സ് എ കൾമിനേഷൻ ഓഫ് മെനി ക്വസ്റ്റ്യൻസ്. അന്നത്തെ വിജാതീയർ പ്രകാശത്തിന്റെ ദൈവമെന്ന് കരുതിയിരുന്ന ദേവന്റെ സ്ഥലത്ത് സർവപ്രകാശത്തെയും വെട്ടിത്തിളങ്ങുന്ന യേശുവിന്റെ രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് വിളിച്ചു പറയുന്ന വലിയ അത്ഭുതമത്തിനെ അവിടെ സംഭവിക്കുകയായിരുന്നു. ഇതാണ് പലപ്പോഴും രൂപാന്തരീകരണത്തിന്റെ ഒരു ചരിത്രപ്രധാനമായ കാലഘട്ടമായി കരുതുക. ഇതിന് മറ്റൊരു ചരിത്രപ്രധാനമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ തകർന്ന് അടിഞ്ഞ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നശിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ക്രിസ്തുനാഥൻ വരുന്നത്. അതുകൊണ്ട് അധികാര ഗർവുള്ള ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയല്ല, യേശുവിൻ്റെ ദൈവത്വം മറ്റൊന്നാണെന്ന് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാം. മോശയെ വിശ്വാസത്തിന്റെ പ്രതീകമായും ഏലിയായെ പ്രത്യാശയുടെ പ്രതീകമായും ക്രിസ്തുവിനെ സ്നേഹത്തിന്റെ പ്രതീകവുമായി അന്ന് നശിച്ചിരുന്ന, ചരിത്രപരമായി പോലും നഷ്ടപ്പെട്ടിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പുനഃസ്ഥാപിക്കുവാനായിട്ടാണ് ക്രിസ്തുനാഥൻ വന്നത് എന്നുള്ള വലിയ സത്യം യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മളോട് വിളിച്ചോതുന്നുണ്ട്. രൂപാന്തരീകരണത്തെ നമ്മൾ 3 പ്രാവശ്യം ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ രൂപാന്തരീകരണത്തിനുള്ള പ്രാധാന്യം എന്താണ്? ബഹുമാനപ്പെട്ട സാജു പൈകട എന്ന MCBS അച്ഛൻ മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്ന വിശുദ്ധ കുർബാന എന്നുള്ള രീതിയിൽ. അതിൽ അദ്ദേഹം 71-ാം പേജിൽ വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. രൂപത്തിനെ അന്തരം പ്രാപിക്കുന്നതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. രൂപത്തിന് അന്തരം അല്ലെങ്കിൽ അന്തരത്തിൽ ഉള്ള എൻ്റെ രൂപം പുറത്തു വരുന്നതിനെയാണ് രൂപാന്തരീകരണം എന്ന് പറയുക. എൻ്റെ ഉള്ളിൽ ഞാനായിരിക്കുന്ന ഒരവസ്ഥയെ പുറത്തേക്ക് കാണിക്കുന്നതിനെ രൂപാന്തരീകരണം എന്ന് പറയുന്നു. അതുവരെ ഹിഡനായിരുന്ന, കാണപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തെ, എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ പുറത്തേക്ക് കാണിക്കുന്നതിനെ രൂപാന്തരീകരണം എന്ന് പറയുന്നു. ക്രിസ്തു അതുവരെ ഉണ്ടായിരുന്ന മാനുഷിക തലത്തിൽ നിന്ന് ഉയർന്ന് ദൈവത്വത്തിലേക്ക് ഉയർന്ന വലിയ സംഭവമാണ് രൂപാന്തരീകരണത്തിൽ സ്ഥാപിച്ചത്. ഒരു മരത്തിൽ എവിടെയാണ്, ഒരു വിത്തിൽ എവിടെയാണ് മരമെന്ന് മക്കൾ ചോദിക്കുമ്പോൾ ഈ മരം ഈ വിത്തിലായിരുന്നു എന്നൊരു വല്യപ്പച്ചൻ പറയുന്നത് പോലെ, അവിടെ ഒരു പുഴുവിൽ എവിടെയാണ് പൂമ്പാറ്റ വന്നതെന്ന് പറയുമ്പോൾ ഈ പുഴുവിൽ നിന്നാണ് വന്നിരുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ അന്തരംഗമായിരിക്കുന്ന കാര്യത്തെ പുറത്ത് കാണിക്കുന്നതിനെയാണ് രൂപാന്തരീകരണം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ രൂപാന്തരിക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന മുഖം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്ന്. 4-ാം നൂറ്റാണ്ടിൽ തന്നിഷ്ടം പോലെ ജീവിച്ചിരുന്ന വ്യക്തി ഒരു ദൈവികമായ സ്വരം ശ്രവിക്കുകയും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളിലൂടെയും പ്രചോദനം ഉൾപ്പെട്ട് ഇതല്ല എൻ്റെ രീതി എന്ന് മനസ്സിലാക്കിയപ്പോൾ വിശുദ്ധ അഗസ്ത്യൻ എന്ന വലിയ വിശുദ്ധൻ ജനിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ രൂപാന്തരീകരണമായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ സഭ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണത്തിനെതിരെയും മൂല്യച്യുതിക്കെതിരെയും പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെതായ എല്ലാം ഉപേക്ഷിച്ച് സഭയെ പുനരുദ്ധരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് അദ്ദേഹത്തിന്റെ രൂപാന്തരീകരണത്തിന്റെ കഥയാണ്. എൻ്റെ കൊവേന്തയുടെ അല്ലെങ്കിൽ എൻ്റെ കോൺവെന്റിന്റെ ചുറ്റുപാടിൽ സൗഹൃദത്തിൽ കംഫർട്ടിൽ ഞാൻ ഒതുങ്ങിയിരിക്കേണ്ടവളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഇറങ്ങിത്തിരിച്ച മദർ തെരേസ തൻ്റെ രൂപാന്തരീകരണത്തിന്റെ പുതിയൊരു മുഖമാണ്.
മിശിഹായിൽ സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നുള്ളതല്ല, എത്ര പേർക്ക് എൻ്റെ വാഹനം കൊണ്ട് സഹായം നൽകി എന്നുള്ളത് എൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ അടയാളമാണ്. ഏത് ഭക്ഷണം ഞാൻ കഴിക്കുന്നു എന്നുള്ളതല്ല, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ എന്നെ കൊണ്ടാകുന്നത് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ അടയാളമാണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ രൂപാന്തരിക തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ രൂപാന്തരീകരണത്തിൽ എൻ്റെ മുഖം തെളിയുമ്പോൾ അവിടെ വരുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണോ അതോ മറ്റെന്തെങ്കിലും മുഖമാണോ എന്ന്. ആ വിജയദിനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ എൻ്റെ രൂപാന്തരീകരണത്തിലുള്ള അവസ്ഥയായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. നല്ല ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും അറിയിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.